ഏകദേശം 10 വർഷമായിട്ട് നമ്മൾ ഈ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകൾ ഉപയോഗിച്ചിരുന്നു കേട്ടോ. പക്ഷേ അത് ബുള്ളറ്റ് ആയിരുന്നില്ല, ക്ലാസിക് 350 ആയിരുന്നു. പക്ഷെ അത് പല കാരണങ്ങളാൽ നമുക്ക് ഇപ്പോൾ 2016 ഞാൻ ആദ്യത്തെ ക്ലാസിക് 350 എടുക്കുന്നത്. അന്നത്തെ ആ ഒരു വൈബ്രേഷനൊക്കെ ഉള്ള മോഡൽ. പക്ഷേ ആ മോഡലിനെ വെല്ലുന്ന മോഡലുകളൊന്നും ഇന്ന് അവൈലബിൾ അല്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. പക്ഷേ അതിനുശേഷം 2021 ഇതേപോലെ വൈബ്രേഷൻ ഇല്ലാത്ത മറ്റൊരു മോഡൽ ക്ലാസിക് 350 തന്നെ എടുത്തിരുന്നു. പക്ഷേ അതൊന്നും നമ്മളെ അത്ര സന്തോഷിപ്പിച്ചില്ല എന്നുള്ളതാണ് കഥ. 2016 എടുത്ത വാഹനം നമ്മളൊരു 4-5 വർഷങ്ങൾക്ക് ശേഷം വിൽപ്പന നടത്തുകയും 2021 വൈബ്രേഷൻ ഇല്ലാത്ത ആ ഒരു റീബോൺ ക്ലാസിക് 350 എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു മടുപ്പ് പോലെ ഞാനത് ഒഴിവാക്കി സത്യം. പക്ഷേ അത് കഴിഞ്ഞ് 23, 24, 25 വന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഡിസംബർ ആയപ്പോഴേക്കും യഥാർത്ഥത്തിൽ ഈ ഹൈറ്റ് കുറഞ്ഞ നമ്മളെപ്പോലുള്ളവർക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ ബുള്ളറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു രസതന്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഈസിയുമാണ്. പക്ഷേ മനസ്സിൽ നമുക്ക് ആ ഒരു വികാരം മറ്റേത് വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നാലും നമുക്കത് ഉണ്ടാവും എന്നുള്ളതാണ് കഥ. അപ്പം ഞാൻ വളരെ ചെറിയ മറ്റൊരു വാഹനത്തിലേക്കാണ് പോയത്, ഹോണ്ടയുടെ ഷൈൻ എന്ന വണ്ടി. അതിനു മുമ്പ് മറ്റ് ചെറിയ വണ്ടികൾ കൂടി നമ്മൾ യൂസ് ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും നമ്മളെ സന്തോഷിപ്പിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബുള്ളറ്റിൻ്റെ സ്ക്രാമ് പോലും റോയൽ എൻഫീൽഡിൻ്റെ സ്ക്രാമ് പോലും നമ്മൾ ഉപയോഗിച്ചിരുന്നതിനിടയ്ക്കൊക്കെ. പക്ഷേ അതൊന്നും നമ്മളെ സ്വാധീനിച്ചിട്ടേ ഇല്ല. അപ്പോഴാണ് 2025 ലാസ്റ്റ് ഏകദേശം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഇതേപോലെ സാധാരണഗതിയിൽ ഞാൻ ഈ എടുക്കുന്ന വണ്ടികളൊക്കെ ഞാൻ ഈ ഒരു ഇയർ എൻഡിങ്ങിന് നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഇതുവരെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്രാവശ്യം അതിനൊരു മാറ്റം വരുത്താൻ ഞാൻ തീരുമാനിച്ചു. വീണ്ടും റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്ക്. അപ്പോൾ അത് നമ്മുടെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ബറ്റാലിയൻ ബ്ലാക്ക്, ഇങ്ങനെ 2 ഓപ്ഷനാണ് ഇപ്പോൾ എനിക്ക് മുമ്പിലുള്ളത് കേട്ടോ. അപ്പോൾ അത് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 റിവ്യൂസ് എങ്കിലും ഇപ്പോൾ കണ്ടു കാണും. ഇത്രയേറെ റിവ്യൂസ് കണ്ടിട്ട് ഒരു വണ്ടി എടുക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചിട്ട് വണ്ടി എടുക്കുന്നത് ഒരു പക്ഷേ ഞാൻ മാത്രമാണോ എന്നൊക്കെയാണ് എനിക്ക് ഡൗട്ട്. എന്തായാലും റോയൽ എൻഫീൽഡിൻ്റെ നമ്മുടെ മണ്ണാർക്കാട്ടിലെ ഷോറൂമിൽ ഞാൻ പലതവണ സന്ദർശിച്ചു. അവരുമായിട്ട് ആശയവിനിമയം നടത്തി, വണ്ടികൾ നേരിട്ട് കണ്ടു. ബറ്റാലിയൻ ബ്ലാക്കിൻ്റെ ആ ഒരു വണ്ടി നേരിട്ട് കാണാൻ പറ്റിയില്ല, പക്ഷേ അതിൻ്റെ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റി. ഇപ്പോൾ ഈ ബറ്റാലിയൻ ബ്ലാക്കിൽ വരുന്നത് അതിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ബുള്ളറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2025 ഈ ഡിസംബർ മാസത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിൽ ഒരു സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. ഫ്രണ്ടിൽ ഈ പറയുന്ന പോലെ എല്ലാ വേരിയൻറ്റുകളിലും ആ ഒരു ഡുവൽ ചാനൽ ABS ഈ പറയുന്ന പോലെ നോർമലായി വരുന്നുമുണ്ട്. അപ്പം ഇതിൽ തന്നെ 3 വേരിയൻറ്റുകളോളം വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഗോൾഡും വരുന്നുണ്ട്. ബ്ലാക്ക് ഗോൾഡിന് ഒരുപാട് വില വ്യത്യാസം വരുന്നുണ്ട്. ഏകദേശം 60,000 രൂപയുടെയൊക്കെ വില വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ GST ഇളവുകളൊക്കെ വന്നതോടുകൂടി 2 ലക്ഷത്തിന് താഴേക്ക് ഇതിൻ്റെ വില വന്നിട്ടുണ്ട്. അപ്പോൾ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. അത്യാവശ്യം നല്ല മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബുള്ളറ്റ് ബൈക്കുകൾ. അപ്പോൾ ക്ലാസിക് എന്തായാലും എന്നെ അത്ര ഭ്രമിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ബറ്റാലിയൻ ബ്ലാക്കിലാണ് എൻ്റെ മുഴുവൻ കോൺസെൻട്രേഷനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബറ്റാലിയൻ ബ്ലാക്ക് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി 2026 വേണം താനും. സാധാരണഗതിയിൽ എപ്പോഴും ഇയർ എൻഡിങ്ങിൽ പോയിട്ട് ആ വർഷത്തെ വണ്ടി ഞാൻ ഏറ്റവും ലേറ്റായിട്ട് എടുക്കുന്ന ഒരാളായിരുന്നു. പലപ്പോഴും എനിക്ക് അങ്ങനെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അത് സംഭവിക്കരുതെന്ന് തീർച്ചയായിട്ടും ഒരു ഉദ്ദേശമുണ്ട് താനും. അതുകൊണ്ട് തന്നെ നമ്മൾ ജനുവരിയിൽ വണ്ടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനുവരി ആദ്യ വാരം ബുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് പദ്ധതി. അപ്പോൾ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ബുള്ളറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ, എല്ലാം മെറ്റലിലാണ് തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റിയോ റിലയബിലിറ്റിയോ ഒന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ J സീരീസ് എൻജിൻ വരുന്നു. അത് ഇപ്പോൾ ബുള്ളറ്റിൻ്റെ എല്ലാ വാഹനങ്ങളിലും സ്റ്റാൻഡേർഡിലും അതേപോലെ ബ്ലാക്ക് ഗോൾഡിലും ക്ലാസിക് 350ലും എല്ലാം ഈ ഒരേ എൻജിൻ J സീരീസ് എൻജിൻ തന്നെയാണ് വരുന്നത്. മറ്റൊന്നും നോക്കാനില്ല. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷൻസും ഏറെക്കുറെ ഒരേപോലെ തന്നെ. പിന്നെ അല്പം സ്റ്റിയറിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡിൽ പൊസിഷൻ അല്പം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്, ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പഴയ ബുള്ളറ്റിൻ്റെ ആ ഒരു എന്താ പറയുക വിൻറ്റേജ് ലുക്കെല്ലാം അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. എന്തായാലും ജനുവരിയിൽ നമുക്ക് ഡെലിവറി എടുക്കാം.